വെൽക്കം ടു സുസുക്കിയാൻ. അപ്പം നമ്മുടെ മാക്സ് 100ൻ്റെ എൻജിൻ നമ്മൾ ചേസിൽ നിന്ന് അഴിച്ചു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നിങ്ങളുടെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം വണ്ടി ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി, കറണ്ട് വരുന്ന കാര്യങ്ങളും ഓയിൽ, പെട്രോൾ കാര്യങ്ങളെല്ലാം നോക്കി. അന്നേരം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എൻജിൻ ഇത്രയും വർഷം പഴക്കമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻജിൻ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പം ഇതാണ് ഒരിത്. ഇവിടെയാണ് എൻജിൻ്റെ ഒരു നട്ട് വരുന്നത്. ഒരു നട്ട് വരുന്നതെന്ന് പറയുമ്പം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഇതാണ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം കൂടെ നമുക്ക് ചേസ് വേണമെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ഒന്ന് ഊരായിരുന്നു. അപ്പോൾ ഫസ്റ്റിലെ ഇനി നമുക്ക് എൻജിൻ്റെ അടുത്തിട്ട് പോകാം. എൻജിൻ്റെ സ്ഥിതിഗതികളാണ്. എൻജിൻ്റെ കവറാണ്, ക്ലച്ചിൻ്റെ ഇതൊക്കെയുള്ള കവറാണ് ഇരിക്കുന്നത്. ഇത് ഊരി ഇവിടെ വെച്ചേക്കും. ബാക്കിയെല്ലാം ഊരിയെടുത്തു. ഇനി എൻജിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ എൻജിൻ്റെ അവസ്ഥ. കുഴപ്പമില്ലല്ലേ, പോക്കറ്റൊക്കെ കുറച്ചുണ്ട്, കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതുണ്ട്. ഇനി ഇത് ഫുൾ അഴിക്കണം. ഇപ്പം ഈ നെറ്റ് രണ്ടെണ്ണം ഊരി. ഇതിനകത്തൊക്കെ ഒരുപാട് കരിയും കാര്യങ്ങളൊക്കെ കാണും. ഇതിനകത്തെ കരിയെല്ലാം നമുക്കൊന്ന് കളയണം. പിന്നെ എൻജിൻ ഹെഡ് ഒന്ന് ഊരണം. എൻജിൻ ഹെഡ് ഊരി അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ഊരുമ്പോൾ ഇതിനകത്ത് പിസ്റ്റൺ, ഇത് പ്ലഗ്, ഇതെല്ലാം ഫുൾ ഊരി ടോട്ടലി നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് കയറ്റണം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് തന്നെ ഊരുന്നൊന്നും കാണിക്കാൻ പറ്റില്ല. എന്തെല്ലാം രാത്രിയിലൊക്കെയാണ് ചെയ്തത്. അപ്പം ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്തെ വയറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഊരിയെന്നേ ഉള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെ ഫുള്ള് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുള്ളൂ. വേറെ ആൾട്രേഷൻ പരിപാടികളൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. ഊരുന്നു, അത് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നു, അതേപടി തിരിച്ചത് കയറ്റുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് വേറെ പണികളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നു. ഇതിനകത്തൊക്കെ ഒരുപാട് ഇതുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഒരുപാട് കരികളും ഒരുപാട് മണ്ണും ഇത് കണ്ടില്ലേ, മണ്ണൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഇതിനൊക്കെ വല്ലതും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഫുള്ളാതൊന്ന് ശരിയാക്കണം. എന്നിട്ട് തിരിച്ച് കയറ്റണം. മാക്സിമം പറ്റുവാണെങ്കിൽ നമ്മൾ ഫുൾ അതും പീസാക്കും. വണ്ടി ഫുള്ള് ചെയ്സ് കാര്യങ്ങളെല്ലാം പീസാക്കും. എല്ലാം ഇത് അഴിക്കാൻ ഒരുപാട് പാടുപെട്ടു. സ്പെയറുകളൊക്കെ നമ്മുടെ കുറവായതുകൊണ്ട് ഒരുപാട് പാടുപെട്ടു. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിക്കായിരുന്നു. അപ്പം ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കരിയൊക്കെ ഉണ്ട്. അപ്പം ഇത് കാർബറേറ്ററിൻ്റെ അവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത്. ഇതിനകത്തുനിന്നാണ് പെട്രോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു കണക്ഷനൊക്കെ ഇതൊക്കെ നല്ലപോലെ വർക്കായില്ലെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻജിൻ ഇത് 3 പീസാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം നമ്മൾ എൻജിൻ കവർ, ഈ സൈഡിൽ എൻജിൻ കവർ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കവറാണ് മുമ്പേ കാണിച്ചത്. ആ കവർ നമ്മൾ ഊരി വെച്ചേക്കുന്നത്. ഇത് കിക്കർ ഷാഫ്റ്റ്, ഇത് സ്പോക്കറ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ഊരി വെച്ച് ബാക്കി പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കിക്കറെല്ലാം ഒന്ന് അഴിക്കണം. കിക്കറിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഷാഫ്റ്റ് ചെറിയൊരു ലൂസ് പോലുണ്ട്. അപ്പോൾ അതൊന്ന് ഊരണം. ഇതിൻ്റെ ഗിയർ പെഡൽ ഇരിക്കുന്ന ഗിയർ പെഡൽ, ഈ സംഭവങ്ങളെല്ലാം നമുക്ക് നോക്കണം. ടോട്ടലി ഫുൾ ഊരി നോക്കണം. എൻജിൻ ഓയിലൊന്നും ഇല്ല. അപ്പം അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ടോട്ടലി ചെക്ക് ചെയ്യണം. അഴിച്ച് നോക്കണം. എൻജിൻ ഹെഡ് അഴിക്കണം. അതിന് ഈ പ്ലഗിൻ്റെ ഒരു 4 നട്ട് കാണേണ്ട ഇതാണ്. 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് 4 എണ്ണം ഊരണം. അപ്പം ഈ ഹെഡ് ഊരി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു ഇടയ്ക്കാണ് പിസ്റ്റൺ വരുന്നത്. അപ്പോൾ ആ പിസ്റ്റൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പാർട്ടായിട്ട് ചെയ്തു തരാമല്ലോ, എല്ലാവർക്കും ചെയ്യാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വീഡിയോ ചെയ്യണം. അപ്പം അതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. ഇത് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അഴിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് അത് കാണിക്കാം.
നെക്സ്റ്റ് നമ്മൾ സ്വിങ് ആം ഊരി വണ്ടിയുടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഫുൾ ആ സ്വിങ് ആം സെറ്റ്. ഇത് 2 ഷോക്കാണ്. ഇത്രയും ഭാഗമാണ് സ്വിങ് ആം. ഇതാ ബ്രേക്കിൻ്റെ ഹബിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് നമ്മൾ അകത്ത് നിന്ന് സെപ്പറേറ്റ് ഊരി ഇത് കാണിക്കാം. ടോട്ടൽ വണ്ടിയിൽ നിന്ന് ഇത്രയും ഊരി. അപ്പം ഇനി അതെല്ലാം നമുക്ക് സ്വിങ് ആമൊക്കെ ഊരിയത് ഫുള്ള് ഓയിലും ചെളിയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം തിരിച്ച് കറക്റ്റായിട്ട് നല്ലപോലെ കഴുകി നല്ല വൃത്തിയായിട്ട് നമുക്ക് കയറ്റാം. നമ്മൾ പെയിൻ്റ് അടിക്കുകയും പരിപാടിയും ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ കഴുകി ഫുള്ള് സ്വിങ് ആം തിരിച്ച് സെറ്റ് ചെയ്യാം. സ്വിങ് ആമിൻ്റെ അത് വരുന്നത് ഇവിടെയാണ് സ്വിങ് ആം വരുന്നത്. അപ്പം സ്വിങ് ആമെല്ലാം നമുക്ക് തിരിച്ച് കയറ്റാം പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാതെ. അപ്പം സ്വിങ് ആം കയറ്റാം. നെക്സ്റ്റ് അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് കയറ്റാം ഗൈസ്.